അടുത്ത നമുക്കൊരു 1 man ഷോ ആണ് ഉള്ളത്. അത് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ആർട്ടിസ്റ്റ് ആണ് ഷാൻ അഞ്ചൽ. ഹലോ ഷാൻ. ഹലോ. എന്താണ് നമുക്ക് വേണ്ടി ഇന്ന് പെർഫോം ചെയ്യാൻ പോകുന്നത്? കുറച്ച് സ്റ്റാറുകളാണ്. സ്റ്റാർസിനെയാണ് ചെയ്യാറുള്ളത്. കുറെ സ്റ്റേജിലൊക്കെ ചെയ്യാറുണ്ടോ? ചെയ്തിട്ടുണ്ട്. എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്തത്? സ്കൂളിൽ നിന്നാണോ അതോ? +1 പഠിക്കുന്ന സമയത്താണ്. പിന്നീട് സ്റ്റേജ് ഷോയും. ഇന്നിപ്പോ ഇവിടെ ചെയ്യാൻ പോണത് ആദ്യം സുൽസുഖത. ഓക്കെ, കേട്ട് നോക്കാം. സുധി ഇപ്പം ഇരിക്കണത് ഭംഗിയുള്ളൊരു വീട്ടിൽ തിരമാലകളെ നോക്കി ഒരു കടപ്പുറത്താണല്ലോ അല്ലേ? പിന്നെ എവിടെയാ അവിടെ ഉണ്ടാകുന്ന കോഴിമുട്ടൽ ആട്ടുംകട്ടം. ഇത് അങ്ങോട്ട് നോക്കൂ. ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലേ? ഇല്ലേ? താങ്ക് യു. ഇനി അടുത്തതാണ്. അടുത്തത് വിനായകൻ. വിനായകന്റെ ശബ്ദമാണ് ചെയ്യാൻ പോകുന്നത്. ആരാണ്? എന്താണ്? മാണ്ടേ? എന്ത് വേണ്ടെന്ന്? എടാ കഞ്ചാവ് സോമ, ഞാൻ നിന്നെ കാത്തിരിക്കായിരുന്നു. വാടാ. ഞാൻ നിനക്ക് പഴയൊരു കണക്ക് വെച്ചിട്ട് വാ. അടുത്തത് വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ദാസപ്പ, നിന്നെ വിളിക്കാത്ത കല്യാണത്തിന് നീ എന്നെ കൂടെ വിളിച്ചോണ്ട് പോയി. അവളുടെ മുന്നിൽ നാണെങ്കിലെത്തി. സന്തോഷമായല്ലോ സഹോ. അത് നിനക്ക് അമ്മ ഉണ്ടാണ്ട് തോന്നണ കേട്ടോ. അമ്മയില്ലാണ്ടായ അമ്മയെന്നൊന്ന് വിളിക്കാൻ കൊതിക്കും. അടുത്തത് ഞാൻ അദ്ദേഹത്തെ ഇവിടെ നിന്ന് ലൈവായിട്ട് കാണണമെന്ന് ഉദ്ദേശിച്ചാണ്. ഉല്ലാസേട്ടൻ്റെ വോയിസ് ഒന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഉല്ലാസേട്ടൻ ഇല്ല, എന്നാലും ഉല്ലാസേട്ടൻ ഈ വഴി ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുക. എപ്പോ വരും എന്ന് പറയാൻ പറ്റില്ലെന്നേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് ചെയ്തോളൂ, ഉല്ലാസേട്ടൻ കേൾക്കും. എടാ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ തത്തേ, നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞില്ലേടാ, ഇവനെന്തിനു വന്ന കുത്തിയാടാ, ഇവനെന്തിനു വന്ന കുത്തിയാ എന്നെ അറിഞ്ഞ മുറിഞ്ഞ ഞാൻ അടിക്കട്ടോടാ നിന്നെ. അടിപൊളി അടിപൊളി, ഉല്ലാസേട്ടൻ പൊളിച്ച്. ഓക്കെ, ഇനിയും ഞാൻ ദിലീപേട്ടൻ്റെ വോയിസ് ഒന്ന്. ദിലീപേട്ടൻ്റെ വോയിസ് ഞാൻ കണ്ടു. പറയട്ടെ, വഴിപാട് കഴിക്കണത് ഞാൻ കണ്ടു. അല്ല മര്യാദയ്ക്ക് കൊണ്ടുവരുന്ന എന്നെ വിളിച്ചിട്ട് ചോറില്ല, ഞാൻ വിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണണമെങ്കിലും ഒറ്റയടിക്ക് എനിക്ക് നിന്നെ ഇഷ്ടമായി. നിന്റെ പേരെന്നാന്ന് പറഞ്ഞ? അശ്വതി ഞാൻ അച്ഛൂത് വിളിക്കും. അച്ഛൻ്റെ ബേ അച്ഛൂപ്പ അത് വിളിക്കും. അച്ഛുമാ. അപ്പൊ ഉല്ലാസേട്ടന്റെ ശബ്ദം എടുത്താണ് ഇതിനകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വന്നത്. ഏറ്റവും സൂപ്പർ. താങ്ക് യു. ബാക്കിയെല്ലാം നല്ല അറ്റംപ്റ്റ്സ് ആയിരുന്നു. പക്ഷെ ഒന്നും കൂടെ ഒന്ന് പോളിഷ്ഡ് ആവാനുണ്ട്. അതെ, കുറച്ചൊരു വോളിയം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്രയും നന്നായിട്ട്. അങ്ങനെയുള്ള കുറച്ച് മൈനർ മിസ്റ്റേക്സ് ഒക്കെ ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഉഷാറാവും, കൂടുതൽ ഗംഭീരാവും. എന്നാലും ഇന്നത്തെ പെർഫോമൻസും നന്നായിരുന്നു. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.